നമസ്കാരം, അമൃതാണ്. ശങ്കർ സിനിമയുടെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു. ഡയലോഗ്സ് ഒക്കെ എഴുതുന്ന സുജാത എന്ന് പെൻ നെയിമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ശങ്കർ ചെയ്ത സിനിമകൾ, എല്ലാ സിനിമകളും എടുത്തു നോക്കിയാലും അതിനൊക്കെ ആ പഴയ പഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ശങ്കറിൻ്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് അന്യനാണ്. ഇപ്പോഴും നമ്മൾ മനസ്സിലോർത്ത് കഴിഞ്ഞാൽ ആ സന്ദർഭം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പ്രിൻ്റായിട്ട് കിടക്കും. ഒരു റീസൺ ആ ഡയലോഗ് ഡെലിവറി, ഡയലോഗ്സിൻ്റെ ആ ഒരു പഞ്ച്, പിന്നെ ശങ്കറിൻ്റെ ഡയറക്ഷൻ, പിന്നെ അതിനപ്പുറത്തേക്ക് ആ ഒരു ആപ്റ്റായിട്ടുള്ള കാസ്റ്റിങ്, അതായത് നല്ല ഫിസിക്കൊക്കെ ഉള്ള, നല്ല ഹൈറ്റുള്ള, എന്തുകൊണ്ടും ആ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആക്ടർ ആ ഒരു ക്യാരക്ടറിന് ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ കിട്ടുന്ന ആ ഒരു ഇമ്പാക്റ്റ്. ഇപ്പം ഇന്ത്യൻ 2 എടുത്തു കഴിഞ്ഞാൽ കമലഹാസനെ കൊണ്ട് വയ്യ. ഇത്ര പ്രായമായ ഒരു മനുഷ്യനാണ്. ഫിസിക്കൽ സ്ട്രെങ്ത്തും ഇതെല്ലാം വെച്ചിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അഭിനയിക്കാനുള്ള സ്കില്ല്, അതൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്കില്ലുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പോസിബിലിറ്റി ഉള്ളൊരു കഥാപാത്രത്തിന് അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വർക്കാവും. പക്ഷേ ഇവിടെ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ആദ്യത്തെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആ സിനിമ അങ്ങനെ ഒരു ത്രൂ ഔട്ടിരുന്ന് കണ്ട ആളല്ല, തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ CD-യിലൊക്കെയാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തിയേറ്റർ എഫക്റ്റ് എനിക്കത് ആസ്വദിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് AR റഹ്മാൻ അങ്ങനെ പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ്. AR റഹ്മാൻ്റെ കൂടെ അന്ന് H. ശ്രീധർ, അതുപോലെ ശിവകുമാർ എന്ന് പറഞ്ഞ 2 സൗണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുടെയും മാജിക്കാണ് ആ കാലഘട്ടങ്ങളിലെ സിനിമേനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ ഒരു വാല്യൂ ഉണ്ടായത് തന്നെ ആ ഒരു കാലഘട്ടത്തിലാണ്. എൻ്റെ ഓർമ്മ ഇപ്പോഴും എൻ്റെ ഒരു സുഹൃത്ത് DTS തിയേറ്ററിൽ ഇരുന്നിട്ട് ഈ സിനിമയ്ക്കകത്ത് അദ്ദേഹം ഒരു വാച്ച് അങ്ങോട്ട് കയ്യിൽ വെച്ചേക്കും. അപ്പോൾ അതിൻ്റെ ആ ടിക് ടിക് സൗണ്ട് വരെ നമുക്ക് തിയേറ്ററിൽ കേൾക്കാമായിരുന്നെന്ന് പറയാം. അപ്പോൾ അത്രയും ഫീബിളായിട്ടുള്ള സൗണ്ട്സ് വരെ ആ DTSലൂടെ ഡെലിവർ ചെയ്ത ഒരു എക്സ്പീരിയൻസ്, അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ആദ്യത്തെ ഇന്ത്യനിൽ ആ കഥാപാത്രത്തിൻ്റെ കമലഹാസൻ അത്രയും ഭയങ്കര പവർഫുള്ളായിട്ടാണ് ആ സിനിമയിൽ അവതരിപ്പിച്ചത്. അപ്പം നമ്മുടെ മനസ്സിൽ അത്രയും ഭയങ്കര ഒരു ഗ്രേറ്റ് പിക്ചർ അദ്ദേഹത്തിനെ കുറിച്ച് ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും ആ ഒരു കഥാപാത്രത്തിനെ കൊണ്ടുവന്ന് നമ്മളെ ചിത്തി റോബോട്ട് എന്നും പറഞ്ഞ് നമ്മുടെ രജനീകാന്തിനെ വെച്ച് കളിപ്പിച്ചതുപോലെ കോമഡി പീസ് പോലെ അവതരിപ്പിച്ചപ്പോഴത്തേക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നിയത്. പിന്നെ ഒരു ശങ്കർ സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ എലിമെന്റ്സ് ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡയലോഗ്സിന്റെ ആ ഒരു പെർഫെക്ഷൻ ഒഴിച്ചു മാറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ശങ്കർ സിനിമ കാണുന്ന ഫീലൊക്കെ ഈ സിനിമ തരുന്നുണ്ട്. എസ്പെഷ്യലി ഇതിനകത്ത് 2 സോങ്സ് ചെയ്തിരിക്കുന്നു. ശങ്കർ ഒരു പാട്ട് ചിത്രീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ അദ്ദേഹം അതിനകത്ത് അത് ബഡ്ജറ്റ് എത്രത്തോളം പമ്പ് ചെയ്യുന്നതായിരുന്നാലും അതിനകത്തുള്ള വിഷ്വൽസ് ആയിരുന്നാലും കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച അനുഭവം അദ്ദേഹം, ഒരു ദൃശ്യ ആവിഷ്കാരം അദ്ദേഹം അതിനകത്ത് സൃഷ്ടിക്കും. ഈ സിനിമയ്ക്കകത്തും അത്തരത്തിൽ 2 സോങ്സിൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നി. എസ്പെഷ്യലി ആ തത്ത വരാർ എന്നുള്ള സോങ്, ആ സോങ്ങിലൂടെയൊക്കെ ആ ഒരു വെൽക്കമിങ് പഞ്ച് കൊടുക്കാനൊക്കെ അനിരുദ്ധിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രശ്നം ഈ ആദ്യത്തെ സിനിമയ്ക്കകത്തിരിക്കുന്ന ആ ഒരു ക്വാളിറ്റി, ആ ക്വാളിറ്റിയിലാണ് നമ്മൾ ഈ സിനിമയെ നോക്കിക്കാണുന്നത്. അപ്പൊ അവിടെ AR റഹ്മാൻ കമ്പോസ് ചെയ്ത് ഡെലിവർ ചെയ്ത ആ ഒരു ഫീലൊന്നും ഇതിനകത്തുള്ള സംഗീതത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇത് ശരിക്കും ഒരു പക്ക അനിരുദ്ധ് മോഡിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ സിനിമ തുടങ്ങി ഫസ്റ്റ് ഹാഫ് നമ്മുടെ അന്യന്റെ ഒക്കെ ഒരു സീക്വൻസ് പോലെ, അതായത് കൈക്കൂലി, നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട്, അത് നിസ്സാരമായിട്ട് കാണിക്കുകയല്ല, അതങ്ങനെ പെരുപ്പിച്ചതിന്റെ എക്സ്ട്രീം പീക്കിലാണ് കാണിക്കുന്നത്. 3 പേരെ കണ്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുറച്ച് ഫേസ് ഇവർ നമ്മുടെ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ ഒരു സ്വാധീനം ഇതെല്ലാം വരുന്നൊരു ടൈം, ആ ഒരു കാലഘട്ടത്തിലായിരിക്കും അത്രയും പാർട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു കാലഹരണപ്പെട്ട ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോഴും ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം ഇപ്പം നമുക്ക് കോമൺ ആയി മാറി. പക്ഷെ ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 5 years ബാക്ക് അല്ലെങ്കിൽ ഒരു 4 years ബാക്ക് ഒക്കെ ഈ സിനിമ കൊണ്ടിറക്കിയിരുന്നെങ്കിൽ ആ സമയത്ത് ഇൻഫ്ലുവൻസിങ്ങും സോഷ്യൽ മീഡിയ ഒക്കെ അങ്ങനെ എൻഗേജ് ആയി വരുന്ന ഒരു കാലഘട്ടം, എസ്പെഷ്യലി വിഷ്വൽ കോണ്ടന്റ് ക്രിയേഷനൊക്കെ അങ്ങനെ എൻഗേജ് ആയി വരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതങ്ങോട്ട് വർക്കായേനെ. അപ്പോൾ കൊറോണ വന്നു, അതൊക്കെ ഈ സിനിമയെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ടെക്നോളജിയുടെ കുറവുകളും ഒക്കെ നമുക്ക് സിനിമയിൽ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് പോലും ഒരു ഔട്ട്ഡേറ്റഡ് രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ നേരത്തെ ചെയ്തു വെച്ചാൽ പിന്നെ അവർ വലിയ മാറ്റങ്ങളൊന്നും വരുത്താതിരുന്നതായിരിക്കാം. അവിടെ എനിക്കൊരു അത്ഭുതം തോന്നിയത് പഴയ പ്രീവിയസ് ആയിട്ട് എഡിറ്റ് ചെയ്ത് വെച്ച പാർട്ടുകളിൽ പോലും ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഗ്രാഫിക്സ് ആയിട്ടൊക്കെ കാണിക്കാൻ പറ്റിയത് അതൊരു അതിശയമായിട്ട് തോന്നി. കാരണം അവിടെയൊക്കെ ഒരു അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ ചിലപ്പോൾ വീണ്ടും അവർ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തതൊക്കെ ആയിരിക്കാം. എന്തായാലും അതൊക്കെ വളരെ നല്ല രസമുണ്ടായിരുന്നു. ഇനി ആ തീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കോമൺ മാൻ എന്നുള്ള നിലയിൽ ആളുകളുടെ പ്രതികരണ ഒരു രീതിയായിരുന്നാലും പക്ഷെ ഇങ്ങനെ അങ്ങ് പോയാണ്. കാരണം എൻ്റെ അടുത്തിരുന്ന ഒരാള് നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനെ തിരിച്ചു വിളിക്കുമ്പോഴത്തേക്ക്, ഞാൻ കഥ സ്പോയിൽ ചെയ്യല്ല, എൻറ്റയർ നേഷന്റെ ഒരു ഫെയറി കോൾ ആയിട്ടാണ് അത് കാണിക്കുന്നത്.
അപ്പോൾ ആദ്യം കുറേ സ്റ്റേറ്റുകൾ ഇങ്ങനെ കാണിച്ചു പോകും. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ചേട്ടൻ ഇതിനകത്ത് ഓരോ സ്റ്റേറ്റുകളിലെയും പ്രശ്നങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് പുള്ളി എൻ്റെ അടുത്ത് പറയുന്നത് 2 സ്റ്റേറ്റ് കഴിഞ്ഞ്, അപ്പോൾ ഇനി ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഇത് കടന്നു പോകും, അവിടത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ട് പുകയേണ്ടി വരും എന്നുള്ള വിധത്തിൽ ആളിങ്ങനെ ഓരോ സ്റ്റേറ്റുകൾ എണ്ണുക. അപ്പോൾ അവിടെയൊക്കെയാണ് സിനിമ അങ്ങ് കൈവിട്ട് പോയത്. കാരണം നമുക്ക് ബോറടിച്ച് സിനിമയിൽ നിന്ന് അങ്ങ് ഡിസ്കണക്ട് ആയിപ്പോയി. പിന്നെ വർമ്മകലയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു മെഡിസിൻ ഫ്രട്ടേണിറ്റിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ വർമ്മകല എടുത്ത് ഇങ്ങനെ സ്പോയിൽ ചെയ്തതിനെ കുറിച്ച് എനിക്ക് ഒട്ടും അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണമാണ് ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയത്. അപ്പോൾ അതൊക്കെ ശരിക്കും ഇവർക്ക് കുറച്ചും കൂടെ നല്ല റെഫറൻസ് ഇത്രയും റിസോഴ്സ് ഉള്ള തമിഴ്നാട്ടിൽ, അതായത് നാഗർകോവിൽ കന്യാകുമാരി സൈഡിലൊക്കെ നല്ല വർമ്മകല ചെയ്യുന്ന ആശാന്മാരുണ്ട്. അവരുടെയൊക്കെ ഒരു റെഫറൻസ് എടുത്തിട്ട് അത് കുറച്ചും കൂടെ ഒരു പെർഫെക്ഷനിൽ കൊണ്ടെത്തിക്കാൻ പറ്റുമായിരുന്നു. ഇതിനകത്ത് അഗസ്ത്യരുടെ പാടലൊക്കെ പറയുന്നുണ്ട്. ഈ പാടലൊക്കെ അവർ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് അതിനെയൊക്കെ അവർ വേറൊരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈ അഗസ്ത്യരുടെ പോയെന്നൊക്കെ പറയുന്ന അത്രയും സാങ്ക്ടിറ്റിയോട് കൂടി അപ്രോച്ച് ചെയ്യേണ്ട ഒരു കോണ്ടന്റ് ആണ്. അതിനൊക്കെ എടുത്ത് അങ്ങോട്ട് മിസ്യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു മയമില്ലാതെ മിസ്യൂസ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞെന്ന് പറയാം. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. സിനിമയെക്കുറിച്ച് ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശങ്കർ സിനിമ എന്നുള്ള നിലയിൽ എന്നെ കുറേയൊക്കെ ആസ്വദിപ്പിച്ചു. എസ്പെഷ്യലി 2 പാട്ടുകൾ ഞാൻ എടുത്തു പറയും. ഈ 2 പാട്ടുകളുടെയും ചിത്രീകരണം വേറെ ലെവൽ തന്നെയായിരുന്നു. നമുക്ക് ആ ഒരു വോ ഫാക്ടർ, അതായത് നമ്മൾ ഇതുവരെ കാണാത്ത കുറെ കാഴ്ചകൾ ശങ്കർ സാർ കാണിച്ചിട്ടുണ്ട്. അന്യനിലൊക്കെ കണ്ടതാണ്. ഒരു ഏരിയ മുഴുക്ക പെയിന്റ് അടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ശങ്കറിന്റെ. ഇതും ചെന്നൈയുടെ ഏതാണ്ട് ഒരു നല്ല കുറെ ബിൽഡിംഗ് ബ്ലോക്സുകളൊക്കെ കംപ്ലീറ്റ് പെയിന്റ് അടിച്ച് അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്രയൊക്കെ ഒരു എഫേർട്ട് ഒരു പാട്ടിന് വേണ്ടി ഒരു ഡയറക്ടർ എടുക്കുന്നു എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് നമ്മളിൽ കാണികളിൽ ജനിപ്പിക്കും. അത് ശരിക്കും വർക്കായിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റേഡിയം, ഞാൻ ആദ്യം സ്റ്റേഡിയം ആണെന്ന് വിചാരിച്ചു. സ്റ്റേഡിയം ആണെങ്കിൽ പോലും ആ സ്റ്റേഡിയത്തിനകത്തൊക്കെ കംപ്ലീറ്റ് പെയിന്റ് അടിച്ച് വെച്ചിരിക്കുക. പെയിന്റ് അടിച്ചിട്ട് അതിന്റെ ബാക്ക്ഡ്രോപ്പ് കാണാത്ത രീതിയിൽ ആളുകളെ എങ്ങനെ ഇരുത്തിയിട്ടുള്ള കുറെ പെർഫോമൻസുകളുണ്ട്. ഇതൊക്കെ ഒരു ശങ്കർ സിഗ്നേച്ചറാണ്. ആ സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഗുസ് ബംസ് ഒക്കെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഇദ്ദേഹത്തിനെ ഇങ്ങനെ വെൽക്കം ചെയ്യുന്ന ഒരു സോങ് കൂടെ ആയപ്പോഴത്തേക്ക് അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഈ ഒരു സോങ് കൊണ്ട് തന്നെ ഇവർ നല്ല ഒരു റവന്യൂ യൂട്യൂബിലൂടെയൊക്കെ ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്തൊരു സോഡയുടെ പരസ്യം കാണിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇനി പുതിയതായിട്ട് വരുന്ന വല്ല ബ്രാൻഡും ആണ്. പണ്ട് നമ്മൾ ശങ്കറിന്റെ സിനിമകളിൽ ഒരുപാട് ബ്രാൻഡുകളുമായിട്ടുള്ള കൊളാബറേഷൻ അദ്ദേഹം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സാധനം ഉള്ളതല്ല, ഇത് ക്രിയേറ്റഡ് ആയിട്ട് അതിനകത്ത് കാണിച്ചതാണ്. വേറൊരു സംഭവത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കാണിച്ചതാണ്. അപ്പോൾ എന്തായാലും ഓവറോൾ ഈ ഒരു സിനിമ ഇങ്ങനെ 1 ടൈം വാച്ചാണ്. പക്ഷെ ഒത്തിരി ലെങ്തി ആയിപ്പോയി. ഒരുപാട് ശങ്കർ സിനിമകളിൽ കണ്ടിട്ടുള്ള സീക്വൻസുകളുടെ ഒരു റിപ്പറ്റീഷൻ, അതിൻ്റെ ഒരു വേറൊരു ഫോമാറ്റിലുള്ള അവതരണമായിട്ട് തോന്നി. അത് ഒഴിവാക്കി കുറച്ചും കൂടെ മാറ്റിയൊക്കെ പിടിക്കാമായിരുന്നു. അതിനുള്ള സ്കോപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇനി കമലഹാസനെ ഒത്തിരി കൂടെ ചെറുപ്പമാക്കിക്കൊണ്ട് ഇന്ത്യൻ 3 വരുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ട്രെയിലർ കട്ട്സ് ഒക്കെ ഈ മൂവിക്കകത്ത് കാണിക്കുന്നുണ്ട്. അത് ഇതൊന്നും ചിത്രപഥമാവാനാണ് സാധ്യത. അപ്പോൾ ഞാൻ ഈ സിനിമയ്ക്ക് IMDbയിൽ ഔട്ട് ഓഫ് 10 8 റേറ്റ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ എഫേർട്ടിനെ നമ്മൾ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ എസ്പെഷ്യലി ഞാൻ എടുത്തു പറഞ്ഞ 2 സോങ്സിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും അടുത്തൊരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.